ഇന്ന് കുറെ അധികം ആൾക്കാർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. കാരണം എന്താ, ഹിസ്റ്റോറിക്കലി സ്റ്റോക്ക് മാർക്കറ്റ് നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മുന്നിലേക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ശരിയല്ലേ? കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷം നോക്കിയാൽ ഇന്ത്യയുടെ സെൻസെക്സ്, നമ്മുടെ ഇൻഡെക്സ് നിയർലി ഒരു 13% ആനുവൽ റിട്ടേൺസ്, അതായത് CAGR, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുന്നിലേക്കും ലോങ് ടേമിൽ ഒരു 12 മുതൽ 15% ഒക്കെ ആനുവൽ റിട്ടേൺസ് കിട്ടുമെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതായത് ഇന്ത്യ എന്ന രാജ്യവും അതിന്റെ എക്കോണമിയും ഇതുവരെ നന്നായിട്ടേ ഉള്ളൂ, ഇവിടുന്ന് ഇനിയും മുന്നിലേക്ക് നന്നാവുകയേ ഉള്ളൂ എന്നുള്ളതാണ് എല്ലാവരുടെയും ശരിക്കുമുള്ള പ്രതീക്ഷ. ഈ പ്രതീക്ഷയിലും വിശ്വാസത്തിലുമല്ലേ ശരിക്കും നിങ്ങളും എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഇങ്ങനെ നടന്നില്ലെങ്കിലോ? യെസ്, അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ ഈ സംഭവം നടക്കാതിരുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ ഒരു കഥയുണ്ട്. എല്ലാവരും കൺവീനിയന്റ്ലി അവഗണിക്കുന്ന, പലരുടെയും വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തി കളയുന്ന, ഒറ്റക്ക് നിൽക്കുന്ന ഒരു മോൺസ്റ്റർ, ജപ്പാൻ. Bad news for Japan. The world's third largest economy has unexpectedly slid into recession. Japan experienced a massive financial crisis that the Japanese economy has still never quite recovered from. ഈ ജപ്പാന്റെ കഥ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ 1950 മുതൽ അവിടെ നടന്ന സംഭവങ്ങൾ നമ്മൾ വിശദമായി കേൾക്കണം. അതിൽ തന്നെ 1950 മുതൽ 1990 വരെ വികസനത്തിന്റെ ആരെയും കൊതിപ്പിക്കുന്ന കഥയാണ്. 1990 മുതൽ പിന്നീട് അങ്ങോട്ട് സംഭവിച്ചതാണ് ലോകം മുഴുവനും The Lost Decades, അതായത് നഷ്ടപ്പെട്ട ദശാബ്ദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. The sun had set. The lost decades had just begun. അപ്പൊ 1950 മുതൽ 1990 വരെ ജപ്പാന്റെ കഥ പറയാനാണെങ്കിൽ, ജപ്പാൻ അതിശക്തമായി ഡെവലപ്പ് ചെയ്ത് ലോകത്തിലെ എക്കണോമിക് സൂപ്പർ പവറുകളിൽ ഒന്നായി. അവർ ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണമിയായി. മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറയുന്നത് പ്രിസിഷൻ, റിലയബിലിറ്റി, ക്വാളിറ്റി എന്നുള്ളതിന്റെ ഒക്കെ പര്യായമായി പോലും മാറി. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേ കാലയളവിൽ, അതായത് 1950 മുതൽ 1990 വരെ 40,000% റിട്ടേൺസ് ആണ് ജപ്പാന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആയ നിക്കേ തന്നത്. CAGR പറയുകയാണെങ്കിൽ 16.6%. അതിശക്തമല്ലേ? ലോകത്തിലെ ഏതൊരു രാജ്യവും കൊതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു വികസനവും ഗ്രോത്തുമാണ് ജപ്പാൻ അന്ന് ഉണ്ടായത്. ഇത് 1990 വരെയുള്ള കഥയാണ്. എന്നാൽ ഈ 1990 ശേഷമുള്ള കഥ മറ്റൊന്നാണ്. ഈ കാണുന്നത് 1990 മുതലുള്ള നിക്കയുടെ ചാർട്ടാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലെ 1990 മുതൽ 2012 വരെ 22 വർഷം അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് മാത്രം പോയിക്കൊണ്ടിരുന്നു. അതും 80% വരെ താഴെ പോയി. ഇപ്പോൾ ഇതാ 2025 1990 അന്ന് ഉണ്ടാക്കിയ ആ പീക്കിനെ മറികടന്ന് ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്നത്. അതായത് 25 വർഷം ജപ്പാന്റെ സ്റ്റോക്ക് മാർക്കറ്റ് യാതൊരുവിധ റിട്ടേൺസും കൊടുത്തില്ല. ലക്ഷക്കണക്കിന് കമ്പനികൾ പൂട്ടിപ്പോയ, സാധാരണ ആൾക്കാരുടെ ജോലി പോയ, ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ പോയ, പല തലമുറകളുടെ ഹോപ്സ് തന്നെ മുഴുവനായി നശിപ്പിച്ച് കളഞ്ഞ ഒരു എക്കണോമിക് ഡിസാസ്റ്റർ ആണ് ശരിക്കും ജപ്പാനിൽ സംഭവിച്ചത്. ഇത് ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കഥകളിൽ ഒന്നാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പണമിടുന്ന എല്ലാവരും ഇത് കേട്ടിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ നിന്ന് പഠിക്കാൻ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അജണ്ട പെട്ടെന്നൊന്ന് പറയാം. ഒന്ന്, ജപ്പാനിൽ എന്ത് സംഭവിച്ചു എന്ന് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ സ്ഥിതിക്ക് ഇത് എങ്ങനെ, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള വിശദമായ കഥയും കാരണങ്ങളും നമ്മൾ കേൾക്കണം, പഠിക്കണം. അതിലൂടെ വലിയ പാഠങ്ങളാണ് നമുക്ക് പഠിക്കാൻ ശരിക്കുമുള്ളത്. ആ പാഠങ്ങൾ പഠിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. അതും മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ നമ്മൾ എടുക്കേണ്ട കുറച്ച് സ്റ്റെപ്സ് കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ നിർത്താം. അപ്പൊ എപ്പോഴത്തെ പോലെയും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും തന്നെ കാണുക, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു അനദർ വീഡിയോ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ജപ്പാന്റെ കഥ വളരെ വിശദമായി മനസ്സിലാക്കലാണ്. അത് ചെയ്യുന്നതിലൂടെ എനിക്ക് ഉറപ്പുണ്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും അതിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിക്കാൻ പറ്റുമെന്നും. അപ്പോൾ ഈ കഥ മുഴുവനായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ 1945 മുതൽ 2025 വരെയുള്ള 80 വർഷത്തിൽ ജപ്പാനിൽ എന്ത് നടന്നു എന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കണം. ഇതിനെ പെട്ടെന്ന് ഈസിലി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതിനെ 5 ഘട്ടങ്ങളിലായി, 5 ഫേസസിലായി തിരിച്ചിട്ടുണ്ട്.
ആദ്യത്തെ ഫേസ് 1945 മുതൽ 1952 വരെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ജപ്പാനെ കൺട്രോൾ ചെയ്തിരുന്ന സമയം. രണ്ടാമത്തെ ഫേസ് 1952 മുതൽ 1985 വരെ ഗോൾഡൻ ഏജ് എന്ന് വിളിക്കാൻ സാധിക്കുന്ന ജപ്പാന്റെ വികസനത്തിന്റെ സുവർണ കാലഘട്ടം. മൂന്നാമത്തെ ഫേസ് 1985 മുതൽ 1989 വരെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയ ബിഗിനിങ് ഓഫ് ദി എൻഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഫേസ്. നാലാമത്തെ ഫേസ് 1989-90, 1-2 വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അവിടെ നിന്നാണ് കാര്യങ്ങൾ കാര്യമായി മാറി തുടങ്ങിയത്. അതിനെ നമുക്ക് ബേസ്റ്റ് ഓഫ് ദ ബബിൾ എന്ന് വിളിക്കാം. അഞ്ചാമത്തെയും അവസാനത്തെയും ഫേസ് 1990 ശേഷമുള്ള കാലഘട്ടങ്ങളാണ്. ലോകം മുഴുവൻ വളരെ ഫേമസ് ആയി ദ ലോസ്റ്റ് ഡെക്കേഡ്സ് എന്നറിയപ്പെടുന്ന കാലഘട്ടം അതിലാണ് പെടുന്നത്. 2010 ശേഷം ജപ്പാൻ ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും റിക്കവർ ആയി വരുന്ന ഫേസും അതിലാണ് പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 80 വർഷത്തെ കഥയെ 5 ഫേസസിലായി തിരിച്ചു എന്നുള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ കഥ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പല കാര്യങ്ങളും കുറച്ചൊന്ന് അധികം സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നുണ്ടാകും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി അധികം സമയം കളയാതെ നമുക്ക് കഥ തുടങ്ങാം. ഫേസ് 1, അമേരിക്ക ജപ്പാനിൽ ക്യാപിറ്റലിസം ഇറക്കി. ഈ ഫേസിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് 1945 മുതൽ 1952 വരെ ജപ്പാൻ അമേരിക്കയുടെ കൺട്രോളിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരും, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതും അതിന്റെ കഥ എന്താണ് എന്നുള്ളതും. അവിടെയാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. ജപ്പാന്റെ ഈ ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പല വിധത്തിലുള്ള ഡൗട്ടുകളും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ മറ്റു പല കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തു പോകേണ്ടി വന്നേക്കാം. അപ്പോൾ ബെയർ വിത്ത് മീ ഫോർ ദാറ്റ്. അപ്പോൾ ജപ്പാൻ അമേരിക്കയുടെ കൺട്രോളിൽ എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന്റെ, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കഥ പെട്ടെന്ന് നമ്മളൊന്ന് കേൾക്കണം. രണ്ടാം ലോക മഹായുദ്ധം ശരിക്കും നടക്കുന്നത് 1939 മുതൽ 1945 വരെയാണ്. അത് നടക്കുന്നത് അമേരിക്കയും USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും ഒക്കെയുള്ള അലൈസും ജർമ്മനിയും ജപ്പാനും ഒക്കെയുള്ള ആക്സിസും തമ്മിലായിരുന്നു. ഈ 2 ടീമുകൾ തമ്മിലാണ് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത്. അങ്ങനെ 5-6 വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധം കഴിഞ്ഞപ്പോൾ ജപ്പാൻ ഭാഗമായിരുന്ന ആക്സിസ് തോറ്റു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ ഭാഗമായിരുന്ന അലൈസ് ജയിച്ചു. വളരെയധികം ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ തൽക്കാലം പോകുന്നില്ല. നമ്മുടെ കഥയുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പറയാനാണെങ്കിൽ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്ക ജപ്പാന്റെ കൺട്രോൾ ഏറ്റെടുത്തു. അങ്ങനെയാണ് ജപ്പാൻ US-ന്റെ കൺട്രോളിലാകുന്നത്. അപ്പോൾ അതൊരു മിലിറ്ററി കൺട്രോൾ മാത്രമായിരുന്നു. അമേരിക്കയ്ക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജപ്പാനെ ഇൻഡിപെൻഡന്റ് ആക്കിയിട്ട് സ്വന്തം പാതയിലേക്ക് വിടണം എന്നുള്ളത്. അപ്പൊ ആ ഒരു കാലയളവിൽ, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ഫേസിൽ 1945 മുതൽ 1952 വരെ അമേരിക്ക ജപ്പാനെ കൺട്രോൾ ചെയ്തപ്പോൾ ജപ്പാനിലെ പല പ്രശ്നങ്ങളെയും മനസ്സിലാക്കി, പല കാര്യങ്ങളെയും ബെറ്റർ ആക്കാനുള്ള സൊല്യൂഷൻസ് മുന്നിലേക്ക് വെച്ചു. അങ്ങനെ കുറേയധികം പ്ലാനുകളുടെ ഇടയിൽ ജപ്പാന്റെ എക്കോണമിയുമായിട്ട് ബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തപ്പോൾ ഒരു മെയിൻ സംഭവം അമേരിക്ക മുന്നിലേക്ക് വെച്ചു. ജപ്പാന്റെ എക്കോണമിയെ ഒരു ശക്തമായ ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി ആക്കാൻ അമേരിക്ക തീരുമാനിച്ചു. അതായത് ജപ്പാനിൽ ക്യാപിറ്റലിസം എന്നുള്ള ഐഡിയോളജി ഇറക്കിക്കൊണ്ട് അമേരിക്കക്ക് ഈസ്റ്റേൺ വേൾഡിന് ക്യാപിറ്റലിസം എന്ന രീതി വർക്കാകുമെന്നും അത് അടിപൊളിയാണെന്നും കാണിച്ചു കൊടുക്കണമെന്ന് തോന്നി. എനിക്കറിയാം ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് വരും, അതെന്തിനാ അമേരിക്കക്ക് ക്യാപിറ്റലിസം എന്നുള്ള ഐഡിയ ബാക്കിയുള്ളവരെ വർക്ക് ചെയ്ത് കാണിപ്പിച്ച് കൊടുക്കണം എന്ന് തോന്നിയതെന്ന്. ശരി, എങ്ങനെയുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ്. നല്ലൊരു ഡൗട്ട് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊന്ന് വഴിമാറി അത് മനസ്സിലാക്കാനായി മറ്റൊരു കഥ നമ്മൾ കേൾക്കണം. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കഥ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലെ അമേരിക്കയും USSRും ഒരു ടീമിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, അലൈസിലായിരുന്നു. എന്നാലും ശരിക്കും അവർ തമ്മിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അമേരിക്കയും USSRും ശരിക്കും 2 ഡിഫറെന്റ് ഐഡിയോളജീസിലാണ് വിശ്വസിച്ചിരുന്നത്. അമേരിക്ക ക്യാപിറ്റലിസത്തിലും USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസത്തിലും. ആ യുദ്ധത്തിന് വേണ്ടി, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് വേണ്ടി അവർ ഒരു ടീമിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളോടെ കൂടി വർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ തമ്മിൽ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പറയാനാണെങ്കിൽ ക്യാപിറ്റലിസം എന്നാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും കമ്പനികൾക്കും ബിസിനസ് നടത്താം. ഒരു രാജ്യത്തിലെ കിട്ടുന്ന പ്രോഫിറ്റ് അവർക്ക് സ്വന്തമായി വെക്കാം. അങ്ങനെയുള്ള ഒരു എക്കോണമിയിൽ കോമ്പറ്റീഷൻ ആണ് ശരിക്കും ഗ്രോത്തിനും ഇന്നോവേഷനും ഒക്കെ ഡ്രൈവ് ചെയ്യുക. എന്നാൽ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ വെൽത്തും പ്രൊഡക്ഷനും കൺട്രോളും എല്ലാം തന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയായിരിക്കും. എന്നിട്ട് ഗവൺമെന്റ് എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമാണ് സോഷ്യലിസം. ഈ സോഷ്യലിസത്തിലെ ഇക്വാലിറ്റിയും സോഷ്യൽ ജസ്റ്റിസും ഒക്കെയാണ് മെയിൻ ഗോൾ. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ 2 പേർക്കും, അതായത് US-നും USSRനും ലോകത്തിലെ അടുത്ത സൂപ്പർ പവർ ആകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ തമ്മിൽ വളരെ വലിയ കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു രാജ്യത്തിനും ഗ്ലോബൽ സൂപ്പർ പവർ ആകണമെന്നുണ്ട് എങ്കിൽ അവർക്ക് മറ്റ് രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണം, അവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി രണ്ടുപേർക്കും അവരുടെ ഐഡിയോളജീസ് ലോകത്തിലെ മാക്സിമം കൺട്രീസിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ വേൾഡിലെ US-ന്റെ ക്യാപിറ്റലിസം ഓൾറെഡി പോപ്പുലർ ആകുന്നുണ്ടായിരുന്നു. എന്നാൽ ഈസ്റ്റേൺ ലോകത്ത് അത് അത്ര ഉണ്ടായിരുന്നില്ല. അതേ സമയത്താണ് ഇൻഫാക്ട് ഈസ്റ്റേൺ ലോകത്ത് കുറെ അധികം രാജ്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആകാനും തുടങ്ങിയത്. ആ രാജ്യങ്ങൾ USSR പറയുന്നത് പോലെ സോഷ്യലിസത്തിന്റെ പിന്നിൽ പോകാൻ തുടങ്ങുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കക്ക് ഈസ്റ്റേൺ വേൾഡിലെ ക്യാപിറ്റലിസത്തിന്റെ പവർ കാണിച്ചു കൊടുക്കാനും അത് വർക്ക് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാനും തോന്നലുണ്ടായത്. അതുകൊണ്ടാണ് ജപ്പാന്റെ കൺട്രോൾ കിട്ടിയപ്പോൾ ജപ്പാനിൽ ക്യാപിറ്റലിസം ഉപയോഗിച്ച് അതിന്റെ ബെനിഫിറ്റ്സ് എങ്ങനെ ഉണ്ടാകുമെന്ന് കാണിച്ചു കൊടുക്കാൻ അമേരിക്ക തീരുമാനിച്ചത്. അങ്ങനെ ജപ്പാനിൽ ക്യാപിറ്റലിസം ഇറക്കാനായിട്ട് 1949 അമേരിക്ക ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു. ജപ്പാന്റെ കറൻസിയായ യെന്നാണ് ജപ്പാന്റെ കറൻസി. ഈ ജപ്പാന്റെ കറൻസിയായ യെന്നിന്റെ വാല്യൂ കുറക്കാൻ അമേരിക്ക തീരുമാനിച്ചു. അങ്ങനെ യെന്നിന്റെ വാല്യൂ കുറക്കുന്നതിലൂടെ ജപ്പാന്റെ അമേരിക്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമുള്ള എക്സ്പോർട്ട് ചീപ്പാകും. അങ്ങനെ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ജപ്പാനിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ജപ്പാന്റെ എക്സ്പോർട്ട് കൂടും. അങ്ങനെ ജപ്പാന്റെ എക്കോണമി അതിശക്തമായി നന്നാകും. അങ്ങനെ ജപ്പാന്റെ എക്കോണമി നന്നാകുമ്പോൾ അമേരിക്കക്ക് ക്ലെയിം ചെയ്യാമല്ലോ അവരുടെ ഐഡിയോളജിയായ ക്യാപിറ്റലിസം വർക്കായി എന്നും അതൊരു വിജയമാണ് എന്നും. എനിക്കറിയാം ഇത് കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ രണ്ട് ഡൗട്ടുകൾ വരും. ഒന്ന്, അമേരിക്കയ്ക്ക് എങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെന്ന് ജപ്പാൻ പോലെ ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ വാല്യൂവിനെ കുറക്കാൻ സാധിക്കും? രണ്ട്, അങ്ങനെ ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ വാല്യൂ കുറയുകയാണ് എങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ശരിക്കും എങ്ങനെയാണ് സംഭവിക്കുക? പേടിക്കേണ്ട, ഓരോന്നിനായി സമാധാനത്തിൽ ഉത്തരം തരാം. ഒന്ന്, നമ്മുടെ ചാനലിൽ പണ്ട് പല വീഡിയോസിലായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വിഷയം തന്നെയാണ്. അതായത് 1944 ബ്രെട്ടൺ വുഡ്സ് എഗ്രിമെന്റ് എന്നൊരു സംഭവം നടന്നിരുന്നു. അന്ന് അലൈസിലുണ്ടായിരുന്ന, നമ്മൾ നേരത്തെ പഠിച്ച അലൈസിലുണ്ടായിരുന്ന ലോകത്തിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നുകൊണ്ട് US ഡോളറിനെ ഗോൾഡുമായിട്ട് പെഗ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുടെ കറൻസികളെ US ഡോളറിന് അഗേൻസ്റ്റ് പെഗ് ചെയ്യാൻ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വീഡിയോ ഇവിടെ ലിങ്ക് ചെയ്യാം, കണ്ടാൽ മതി. ഇങ്ങനെ ഒരു സിസ്റ്റം ഒഫീഷ്യലി 1944 മുതൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു സിസ്റ്റം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും അമേരിക്ക 1949 ജപ്പാനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടും അമേരിക്കക്ക് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജപ്പാന്റെ കറൻസിയായ യെന്നിന്റെ വാല്യൂവിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള ശക്തി ഉണ്ടായിരുന്നു. ആദ്യത്തെ ഡൗട്ട് ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ വിഷയത്തിന് ഉത്തരം തരാനാണെങ്കിൽ ഏതൊരു രാജ്യത്തെ കറൻസിയുടെയും വാല്യൂ മറ്റ് രാജ്യങ്ങളുടെ കറൻസിയുടെ വാല്യൂവുമായി അപേക്ഷിച്ച് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ വില കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾ ഈ ഒരു രാജ്യത്ത് നിന്ന് കുറേയധികം സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനും തുടങ്ങും. അതായത് നമ്മുടെ മെയിൻ രാജ്യത്തിന്റെ എക്സ്പോർട്ട് കൂടും. അങ്ങനെ എക്സ്പോർട്ട് കൂടുന്നത് എപ്പോഴും ഒരു രാജ്യത്തിന്റെ എക്കണോമിക്ക് നല്ലൊരു സംഭവം തന്നെയാണ്. ഇപ്പൊ ഇന്ത്യയുടെ കേസ് തന്നെ എടുത്താലും നമ്മൾ പറയാറില്ലേ, ഡോളറിന്റെ ശക്തി കൂടുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഡോളറിനെ അപേക്ഷിച്ച് വീക്ക് ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് ഗുണമാണ്, അവരുടെ എല്ലാം ലാഭം കൂടാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. അതുപോലെ അമേരിക്കയുടെയും ജപ്പാന്റെയും കോണ്ടെക്സ്റ്റിൽ പറയാനാണെങ്കിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, അമേരിക്കക്ക് വ്യക്തമായ ഒരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു. ജപ്പാന്റെ പ്രൊഡക്ട്സ് ചീപ്പ് ആകുന്നതിലൂടെ അമേരിക്ക തന്നെ കുറെ അധികം ഇമ്പോർട്ട് ചെയ്യുമെന്ന്. അതിലൂടെ വളരെ വ്യക്തമായിട്ട് ജപ്പാന്റെ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാൻ അമേരിക്കക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ ഡൗട്ടുകൾ കൂടി ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 1945 മുതൽ 1952 വരെ അമേരിക്കയാണ് ജപ്പാനെ കൺട്രോൾ ചെയ്തത്. അമേരിക്കയുടെ ഐഡിയോളജിയായ ക്യാപിറ്റലിസത്തെ അവർ ജപ്പാനിലേക്ക് ഇറക്കി. ജപ്പാന്റെ കറൻസിയായി യെന്നിന്റെ മൂല്യം കുറച്ച് വെച്ച് ജപ്പാനെ അതിശക്തമായ എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു പാതയിലേക്ക് സെറ്റാക്കി വെച്ചിട്ട് 1952 ജപ്പാനെ ഒരു ഇൻഡിപെൻഡന്റ് ഡെമോക്രാറ്റിക് കൺട്രി ആക്കിയിട്ട് അമേരിക്ക ജപ്പാൻ വിട്ടു. അവിടെ നിന്നാണ് ഫേസ് 2 തുടങ്ങുന്നത്. 1952 മുതൽ 1985 വരെ ദ ഗോൾഡൻ ഏജ്. ലോകത്തിലെ ഏതൊരു രാജ്യവും കൊതിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റിന്റെ ഫേസ് ആണ് ഈ ഒരു 33 വർഷത്തെ കാലയളവിൽ ജപ്പാനിൽ നടന്നത്. ആദ്യം പറഞ്ഞതുപോലെ മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറയുന്നത് പ്രിസിഷന്റെയും റിലയബിലിറ്റിയുടെയും ക്വാളിറ്റിയുടെയും ഒക്കെ പര്യായമായി. അതായത് ജപ്പാനിൽ പണ്ടേ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു, എന്നാൽ യെന്നിന്റെ വാല്യൂ കുറഞ്ഞ് എക്സ്പോർട്ട്സ് ചീപ്പ് ആയതിലൂടെ ജാപ്പനീസ് കമ്പനികൾ അഗ്രസീവ്ലി പ്രൊഡക്ഷൻ കൂട്ടാനും എക്സ്പോർട്ട് കൂട്ടാനും തുടങ്ങി. അമേരിക്ക വളരെയധികം സന്തോഷത്തോടു കൂടി ഈ ക്വാളിറ്റി കൂടിയ എന്നാൽ വില കുറഞ്ഞ ജാപ്പനീസ് പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യാനും തുടങ്ങി. അങ്ങനെ 1952 മുതൽ 1985 വരെ അതിശക്തമായി ജപ്പാന്റെ GDP കുതിച്ചുയർന്നു.
10% ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് അവരുടെ GDP-ക്ക് ഉണ്ടായത്. ഇത് ശരിക്കും ഒരു അസാധാരണമായ നമ്പർ തന്നെയാണ്. GDP-യിലും എക്കണോമിയിലും ഉണ്ടായ കുതിച്ചുകയറ്റം ജപ്പാന്റെ സ്റ്റോക്ക് മാർക്കറ്റിലും കണ്ടു. 6000% ഈ കാലയളവിൽ നിക്കെ കയറിയത്. CAGR കണക്കിൽ പറയാനാണെങ്കിൽ 13.3%. ജപ്പാന്റെ സെൻട്രൽ ബാങ്കായ ബാങ്ക് ഓഫ് ജപ്പാനും വളരെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് ഈ കാലയളവിൽ നടത്തിയത്. ഫ്യൂച്ചറിന്റെ ഇൻഡസ്ട്രികളായ പ്രയോറിറ്റി സെക്ടേഴ്സിനെ കണ്ടെത്തി അവർക്ക് ലോൺ ശരിയായ നല്ല രീതിയിൽ കൊടുക്കാൻ ബാങ്ക് ഓഫ് ജപ്പാൻ ജപ്പാനിലെ ബാങ്കുകളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഷിപ്പ് ബിൽഡിംഗ്, കോള്, എനർജി, മൈനിങ് പോലെയുള്ള ഇൻഡസ്ട്രീസ് അതിശക്തമായി തന്നെ വളരാൻ തുടങ്ങി. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാകുന്ന സുവർണ കാലഘട്ടത്തിലൂടെ ജപ്പാൻ പറന്നുയർന്നു. എല്ലാം നന്നായി തന്നെ പോകുന്നുണ്ടായുള്ളൂ. ഇൻഫാക്ട് ജപ്പാനെ പറ്റി ബുക്കുകൾ പോലും എഴുതപ്പെട്ടു. കമ്പനികളെ പറ്റി പറയാനാണെങ്കിൽ സോണി, ടൊയോട്ട, സുസൂക്കി, മിത്സുബിഷി, കാനൺ, നിക്കോൺ, നിന്റൻഡോ, ഹോണ്ട, പാനസോണിക്, ഷാർപ്പ്, ഹിറ്റാച്ചി, അല്ലെ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള നമ്മൾക്കറിയുന്ന വലിയ ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ്. ഈ ബ്രാൻഡുകൾ എല്ലാം തന്നെ പേരെടുത്തതും എസ്റ്റാബ്ലിഷ് ആയതും ജപ്പാനിൽ ഈ ഒരു കാലയളവിലായിരുന്നു. അങ്ങനെ ജപ്പാനിലെ ഗവൺമെന്റും കമ്പനികളും സാധാരണ ജനങ്ങളും എല്ലാവരും ഒരുപോലെ സന്തോഷിച്ച് ആസ്വദിച്ച് ആഘോഷിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ ഗോൾഡൻ ഏജ്. അതേസമയം അമേരിക്കയും വളരെയധികം ഹാപ്പി ആയിരുന്നു. ക്യാപിറ്റലിസം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ലോകത്തിനെ മുഴുവൻ അവർക്ക് അതിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. ലാൻഡ് ഓഫ് ദ റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന ജപ്പാനിൽ സൂര്യൻ ഒരിക്കലും അസ്തമിക്കില്ല, ദ പാർട്ടി വിൽ കീപ് ഗോയിങ് ഫോർ എവർ എന്ന് തോന്നിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് 1985 ആകുന്നത്. അവിടെയാണ് നമ്മൾ ഫേസ് 3യിലേക്ക് കടക്കുന്നത്. ഫേസ് 3 1985 മുതൽ 1989 വരെ, ദ ബിഗിനിങ് ഓഫ് ദ എൻഡ്, ഫോർമേഷൻ ഓഫ് ദ ബബിൾ. അങ്ങനെ 1985 ജപ്പാനിൽ കാര്യങ്ങളെല്ലാം തന്നെ അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക പിന്നെയും കഥയിലേക്ക് കടന്നു വരും. അങ്ങനെ അമേരിക്ക ഒരു വലിയ കാര്യം ജപ്പാനോട് ചെയ്യും. അതിന് റെസ്പോൺസ് ആയിട്ട് ജപ്പാൻ മറ്റൊരു കാര്യം ചെയ്യും. ഇതൊക്കെ സംഭവിക്കുന്നതിലൂടെയാണ് ശരിക്കും ഫേസ് 3 നടന്ന് സംഭവ ബഹുലമായി വരുന്നത്. അപ്പോൾ വിശദമായ കഥ നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ ഫേസ് 3 മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ 1980-കളിൽ അമേരിക്കയിൽ എന്ത് സംഭവിക്കാൻ തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കക്ക് അമേരിക്കൻ ഡോളർ വളരെയധികം സ്ട്രോങ് ആയി മാറിയിരുന്നു 1980-കളൊക്കെ ആയപ്പോഴേക്കും. അതായിരുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നവും. അതായത് അമേരിക്കൻ ഡോളർ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അമേരിക്ക 2 പ്രശ്നങ്ങൾ നേരിട്ടു. ഒന്ന്, അവരുടെ എക്സ്പോർട്സ് വളരെ എക്സ്പെൻസീവ് ആയി. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ കാര്യമായി ഇമ്പോർട്ട് ചെയ്യാതെയായി. 2, അമേരിക്കയിലേക്കുള്ള ഇമ്പോർട്ട് വളരെയധികം ചീപ്പായി. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ സാധാരണക്കാർ പോലും ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ അമേരിക്കൻ എക്കണോമിയുടെ പുറത്തും ഗവൺമെന്റിന്റെ പുറത്തും വലിയ പ്രഷർ ഉണ്ടായി. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഒന്ന്, US-ലെ കമ്പനികളുടെ കച്ചവടം കുറഞ്ഞു, ഫാക്ടറികൾ പൂട്ടാൻ തുടങ്ങി, സാധാരണ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. 2, എക്സ്പോർട്ട് കുറയുകയും ഇമ്പോർട്ട് കൂടുകയും ചെയ്തപ്പോൾ രാജ്യത്തിന്റെ ട്രേഡ് ഡെഫിസിറ്റ് കാര്യമായി കൂടി. ഇതൊരിക്കലും ഒരു രാജ്യത്തിന് നല്ല കാര്യമല്ല. 3, ഇങ്ങനെ എല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മുഴുവൻ എക്കണോമിക് തന്നെ, അമേരിക്കയുടെ എക്കണോമിക് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെയായി, ചെറിയൊരു ത്രെട്ടിലായി. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ അമേരിക്ക കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ അമേരിക്കയാണല്ലോ, അവർ വെറുതെ ഇരിക്കില്ലല്ലോ. അവർ 1985 ന്യൂയോർക്കിലെ പ്ലാസ ഹോട്ടലിലെ അവരുടെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് പാർട്ട്നേഴ്സുമായിട്ട് ഒരു മീറ്റിംഗ് അങ്ങ് വിളിച്ചു കൂട്ടി. ജപ്പാൻ, വെസ്റ്റ് ജർമ്മനി, ഫ്രാൻസ്, UK എന്നിങ്ങനെയുള്ള രാജ്യങ്ങളാണ് ആ മീറ്റിംഗിൽ അമേരിക്കയുമായിട്ട് അന്ന് അവിടെ മീറ്റ് ചെയ്തത്. അന്ന് അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം അവരെല്ലാം ചേർന്നിട്ട് അമേരിക്കൻ ഡോളറിനെ അന്നുള്ളതിനേക്കാൾ വീക്കാകാൻ, അതിന്റെ മൂല്യം കുറക്കാൻ തീരുമാനിച്ചു. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങളുടെ കറൻസികളെ സ്ട്രോങ് ആക്കാൻ അല്ലെങ്കിൽ അവയുടെ മൂല്യം കൂട്ടാനും തീരുമാനിച്ചു. ഇതൊരു വലിയ വഴിത്തിരിവായിരുന്നു. ഇതിനെ ഫേമസ്ലി അറിയപ്പെടുന്നത് 1985 ദ പ്ലാസ അക്കോർഡ് എന്നാണ്. നേരത്തെ പോലെ മറ്റൊരു ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പിന്നെയും വരുന്നുണ്ടാകും, അല്ലേ? ശരിയല്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അമേരിക്കയ്ക്ക് ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? അമേരിക്ക ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് പറയുമ്പോൾ എങ്ങനെ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഡോളറിന്റെ മൂല്യം കുറക്കാനും മറ്റ് രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യം കൂട്ടാനും സാധിക്കുന്നു? വളരെ പെട്ടെന്ന് 3 റീസൺസിലൂടെ ഞാൻ മനസ്സിലാക്കി തരാം. 1, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ബ്രെട്ടൺ വുഡ്സ് എഗ്രിമെന്റ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുപ്രകാരം അമേരിക്കയ്ക്ക് ടെക്നിക്കലി അത് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടായിരുന്നു. 2, അമേരിക്ക തീർച്ചയായിട്ടും ആ ഒരു പ്ലാൻ മുന്നിലേക്ക് വെച്ചത് അവിടെ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങൾക്കും നല്ലത് വരും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. 3, അമേരിക്ക
ബീയിങ് അമേരിക്ക ചെറിയ തോതിൽ ഭീഷണി സ്വരവും മുഴക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജപ്പാന്റെ ഫേസ് 3 മനസ്സിലാക്കണമെങ്കിൽ ഈ സംഭവം മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം എന്താ, 1985 ഈ പ്ലാസ അക്കോർഡ് സംഭവിച്ചതിന് ശേഷം ജാപ്പനീസ് യെൻ വളരെയധികം സ്ട്രോങ്ങർ ആയി, അതായത് അതിന്റെ മൂല്യം കൂടി. കൃത്യമായി പറയാനാണെങ്കിൽ 100% യെന്നിന്റെ മൂല്യം ഒറ്റയടിക്ക് കൂടിയത്. ഒരു പെർസ്പെക്റ്റീവ് തരാനായിട്ട്, ഇന്ന് ഒരു $US എന്ന് പറയുന്നത് നിയർലി 87-88 ഇന്ത്യൻ രൂപയാണല്ലോ. ഒറ്റയടിക്ക് അത് ഇതിന്റെ പകുതിയായി ഒരു 40-45 രൂപയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു സംഭവമാണ് ശരിക്കും അന്ന് ജപ്പാനിൽ സംഭവിച്ചത്. അവിടെയും നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് കൊണ്ടുവരാം. അതായത് ജപ്പാൻ ആയത് കഴിഞ്ഞ ഇത്രയും വർഷം വളരെ വലിയ ഡെവലപ്മെന്റിലേക്ക് എത്താൻ പറ്റിയത് ജപ്പാന്റെ യെന്നിന്റെ മൂല്യം കുറഞ്ഞിരുന്നത് കൊണ്ടും അതുകൊണ്ട് അവർക്ക് ചീപ്പ് എക്സ്പോർട്സ് നടത്താൻ പറ്റി എന്നുള്ളത് കൊണ്ടും ഒക്കെ അല്ലേ. ഇപ്പോൾ യെന്നിന്റെ മൂല്യം കൂട്ടുകയാണെങ്കിൽ അവരുടെ പ്രൊഡക്ട്സിന്റെ എല്ലാം വില കൂടും എന്നുള്ളത് കൊണ്ട് എക്സ്പോർട്സിനെ മോശമായി ബാധിക്കില്ലേ? അപ്പോൾ അത് തീർച്ചയായിട്ടും ജപ്പാന്റെ എക്കോണമിയെ മോശമായി ബാധിക്കില്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് ജപ്പാൻ ഈ ഒരു ഡീലിനെ സമ്മതിച്ചതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം ഇല്ലേ? അങ്ങനെ ഒരു ഡൗട്ട് വരാൻ സാധ്യതയില്ലേ? അഗെയിൻ വളരെ നല്ലൊരു ഡൗട്ട് തന്നെയാണ്. 3 ശക്തമായ റീസൺസ് പറഞ്ഞ് ഞാൻ സിമ്പിൾ ആയിട്ട് അത് ക്ലിയർ ആക്കി തരാം. ഒന്ന്, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ എക്സ്റ്റേണൽ പ്രഷർ തീർച്ചയായിട്ടും ജപ്പാന്റെ പുറത്തുണ്ടായിരുന്നു. അതായത് ആ മീറ്റിംഗിന് പോയപ്പോൾ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും പ്രഷർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു റീസൺ തന്നെയാണ്. 2, വളരെ രസകരമായിട്ടുള്ള ഒരു റീസൺ ആണ് ഈ രണ്ടാമത്തെ റീസൺ, ഇന്റേണൽ പ്രഷറാണ്. അതായത് ജപ്പാൻ അപ്പോഴേക്കും ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും ഒരു റിച്ച് കൺട്രി ആയിരുന്നു. അതായത് ജപ്പാനിലെ ആൾക്കാരുടെ കയ്യിൽ നല്ല പൈസ ഉണ്ടായിരുന്നു. എന്നാൽ അതുവരെ ജാപ്പനീസ് യെന്നിന്റെ മൂല്യം കുറവായിരുന്നു എന്നുള്ളത് കൊണ്ട് ജപ്പാനിലേക്കുള്ള ഇമ്പോർട്ടുകൾ എക്സ്പെൻസീവ് ആയിരുന്നു. അതായത് ജപ്പാനിലെ ഒരാൾക്ക്, പൈസയുള്ള ഒരാൾക്ക് ഇമ്പോർട്ടഡ് ഫോറിൻ പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ പാടായിരുന്നു. കാരണം അതിന് വില കൂടി നിൽക്കുകയായിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ജപ്പാന്റെ പുറത്ത് ഇന്റേണലിയും ഒരു പ്രഷർ ഉണ്ടായി. ജപ്പാന്റെ യെന്നിന്റെ മൂല്യം ഇത്ര കുറച്ച് വെക്കണ്ട, കുറച്ച് കൂട്ടുകയാണ് എങ്കിൽ ജപ്പാനിലുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗുഡ്സും ഉപയോഗിക്കാമല്ലോ എന്നൊരു ഇന്റേണൽ പ്രഷറും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ റീസൺ എക്കണോമിക് സ്ട്രാറ്റജി ആയിരുന്നു. അതായത് ജപ്പാന്റെ അകത്തൊരു ചർച്ചയുണ്ടായി. ജപ്പാൻ ശരിക്കും വളരുന്നത് ഫണ്ടമെന്റലി യെന്നിന്റെ മൂല്യം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നും അതുകൊണ്ട് തന്നെ ജപ്പാനിലെ കമ്പനികൾ ഇന്നോവേറ്റ് ചെയ്യുന്നില്ല എന്നും ഫണ്ടമെന്റലി സ്ട്രോങ് ആകുന്നില്ല എന്നും ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ യെന്നിന്റെ മൂല്യം കൂടുന്നുവെങ്കിൽ അതൊരു ശരിയായ സ്ട്രക്ചറൽ റീഫോംസും ഇന്നോവേഷനും ജപ്പാനിലെ കമ്പനികളിലേക്ക് കൊണ്ടുവരുമെന്ന് ജപ്പാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ ജപ്പാന്റെ തന്നെ എക്കണോമിക് കോമ്പറ്റീറ്റീവ്നെസ്സും ലോങ് ടേം റെസീലിയൻസും കൂടുമെന്നും ജപ്പാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ ഈ 3 കാരണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒറ്റയടിക്ക് തന്നെ പ്ലാസ അക്കോർഡിന് ശേഷം യെന്നിന്റെ മൂല്യം ഇരട്ടിപ്പിക്കാൻ ജപ്പാൻ സ്വമേധയാ അല്ലേ വളരെയധികം സന്തോഷത്തോടു കൂടി തയ്യാറായത്. അങ്ങനെ പ്ലാസ അക്കോർഡ് കഴിഞ്ഞ് യെന്നിന്റെ മൂല്യം കൂടിയ ആ ഒരു കാലഘട്ടം 1986 മുതൽ ജപ്പാനിൽ തുടങ്ങി. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത മൂന്നാമത്തെ പോയിന്റിൽ അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ജപ്പാനും വെറുതെ പറഞ്ഞതല്ല, അവർ വളരെ സത്യസന്ധമായി അതിൽ വിശ്വസിച്ചിരുന്നു. അവർ ശരിക്കും വിശ്വസിച്ചു മുന്നിലേക്ക് ജപ്പാനെ ഇത്ര നാൾ ഉണ്ടായിരുന്ന വളർച്ചയിനേക്കാളും വലിയ വളർച്ചയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് അവർ ശക്തമായി തന്നെ വിശ്വസിച്ചു. അങ്ങനെ ആ ഒരു പ്ലാനിന്റെ ഭാഗമായി ജപ്പാനിലെ കമ്പനികളെ കൂടി ശക്തപ്പെടുത്താനായിട്ട് പ്ലാസ അക്കോർഡിന് ഒരു റിയാക്ഷൻ ആയിട്ട് 1986 ജപ്പാന്റെ സെൻട്രൽ ബാങ്കായ ബാങ്ക് ഓഫ് ജപ്പാൻ എന്ന രാജ്യത്തിന്റെ ഗതിയെ എന്നേക്കുമായി തിരിച്ചുവിട്ട ആ ഒരു തീരുമാനമെടുത്തു. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു. ശരിക്കും വന്ന അവരുടെ ചിന്ത ഒരു പരിധിവരെ ശരിയായിരുന്നു. അവർ ചിന്തിച്ചത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ചീപ്പ് ലോൺസ് കമ്പനികൾക്ക് കൊടുത്താലല്ലേ അവർക്ക് കാര്യമായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നോവേറ്റീവായി വളരാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെ 1986 മുതൽ 1989 വരെ ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് 5% നിന്ന് 2.5% വരെ കുറഞ്ഞു. ഇൻഫാക്ട് അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് എത്തി. അങ്ങനെ 1986 മുതൽ 1989 വരെ ജപ്പാൻ എന്താണോ പ്ലാൻ ചെയ്തത് അതിനേക്കാൾ വലിയ വിജയം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ജപ്പാൻ പിന്നെയും കുതിച്ചുയർന്നുകൊണ്ടിരുന്നു. എല്ലാവർക്കും വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ചീപ്പ് ലോൺസ് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും ലോൺ എടുക്കാൻ തുടങ്ങി. കമ്പനികളും സാധാരണക്കാരും എല്ലാവരും ലോൺ എടുക്കാൻ തുടങ്ങി. എല്ലാവരും അത് നന്നായി ചിലവാക്കാനും തുടങ്ങി. അങ്ങനെ എക്കണോമിയിൽ കുറെ അധികം പൈസ ഒഴുകുന്നു എന്നുള്ളത് കൊണ്ട് എക്കണോമി കുറെ കൂടി ശക്തമായി വളരാൻ തുടങ്ങി. എന്താണോ ജപ്പാൻ ആഗ്രഹിച്ചത് അത് നടക്കാനും തുടങ്ങി. പക്ഷേ സമയം കഴിയും തോറും ചെറിയൊരു പ്രശ്നം സംഭവിച്ചു. കാര്യങ്ങൾ ചെറുതായി കൈവിട്ടു പോകാൻ തുടങ്ങി. അതായത് വളരെ ചീപ്പായി ഇൻട്രസ്റ്റ് കുറഞ്ഞ് ലോൺ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും ലോൺ എടുത്ത് വീടുകൾ വാങ്ങാൻ തുടങ്ങി, സ്ഥലം വാങ്ങാൻ തുടങ്ങി, സ്റ്റോക്ക് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ എല്ലായിടത്തും ഒരു കൃത്രിമമായ വിലക്കയറ്റം സംഭവിക്കാൻ തുടങ്ങി. എല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാത്തിന്റെയും വില മുകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരുന്നു. അതൊരു വിഷ്യസ് സൈക്കിളാണ്.
അതായത് അങ്ങനെ സംഭവിക്കുന്നു എന്ന് കാണുമ്പോൾ ചീപ്പായിട്ട് പൈസ കിട്ടുന്നു എന്നിരിക്കെ കൂടുതൽ ആൾക്കാർ കൂടുതൽ പൈസ എടുത്ത് കൂടുതൽ വാങ്ങാൻ തുടങ്ങും. അങ്ങനെ എല്ലാത്തിന്റെയും വില കൂടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. 1985-നും 1989-നും ഇടയ്ക്ക് ജപ്പാനിലെ സ്റ്റോക്ക് മാർക്കറ്റ് 240% മുകളിലേക്ക് പോയത്. ജപ്പാനിലെ സ്ഥലത്തിന്റെ വിലയും നിയർലി 250% മുകളിലേക്ക് പോയി. ഇൻഫാക്ട് ഇതുപോലെയുള്ള അന്ധമായ സ്പെക്കുലേഷനിൽ മറ്റേതൊരു ഇൻഡസ്ട്രിയിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാകാൻ തുടങ്ങി. നിസ്സാൻ പോലുള്ള കമ്പനി പോലും അവരുടെ കാർ മാനുഫാക്ചറിംഗിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ റിയൽ എസ്റ്റേറ്റിൽ സ്പെക്കുലേഷൻ നടത്തി ഉണ്ടാക്കാൻ തുടങ്ങി. ചെറിയ സാലറി ഉള്ള ആൾക്കാരുടെ കയ്യിൽ പോലും 2-3 വീടുകളുള്ള അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ 1988-89 ആയപ്പോഴേക്കും പ്രത്യക്ഷ നോക്കുമ്പോൾ ജപ്പാൻ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആയ ഒരു സ്ഥലത്തിലേക്ക് എത്തി. അങ്ങനെ എത്തി എന്ന് അവർ സത്യസന്ധമായി വിശ്വസിക്കുകയും ചെയ്തു. ജപ്പാനിലെ ആൾക്കാരും കമ്പനികളും ജപ്പാൻ ഗവൺമെന്റും ശക്തമായി തന്നെ വിശ്വസിച്ചു ഇതെല്ലാം അവരുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു വലിയ പ്ലാനിന്റെ പാർട്ടാണെന്ന്. 1985 വരെ ജപ്പാൻ വികസിച്ചുകൊണ്ടിരുന്നു. ഇനി മുന്നിലേക്കുള്ള അതിനേക്കാൾ വികസിക്കാൻ പോകുന്ന ഒരു പുതിയ ജേർണിയുടെ തുടക്കം മാത്രമാണ് ഇത് എന്ന് അവരെല്ലാവരും തന്നെ സത്യസന്ധമായി വിശ്വസിച്ചു. പക്ഷേ ഇതിലുണ്ടായിരുന്ന പ്രശ്നം ഈ പാർട്ടി മുഴുവൻ ഫണ്ട് ചെയ്തത് ലോണുകളായിരുന്നു എന്നുള്ളതാണ്. ഒരു ഊതി വീർപ്പിച്ച ബലൂൺ പോലെ, ഒരു ബബിള് പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ജപ്പാന്റെ എക്കോണമി. അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയുന്ന പോലത്തെ ഒരു സാഹചര്യമാണ് ശരിക്കും 1988-89 നടക്കുന്നത് എന്ന് അന്നത്തെ ജപ്പാനിലെ ആൾക്കാർക്ക് മനസ്സിലായില്ല. അങ്ങനെ 1989 ആയപ്പോഴേക്കും റിയാലിറ്റി ഹിറ്റായി. അവിടെയാണ് നമ്മൾ ഫേസ് 4ലേക്ക് എൻ്റർ ചെയ്യുന്നത്, ബേസ്റ്റ് ഓഫ് ദ ബബിൾ. അതായത് ജപ്പാനിലെ മുഴുവൻ പ്രൈവറ്റ് ലാൻഡിന്റെയും വില 1969 14.9 ട്രില്യൺ യെൻ ആയിരുന്നു. അത് 20 വർഷങ്ങൾക്ക് ശേഷം 1989 ആയപ്പോഴേക്കും 2000 ട്രില്യൺ യെൻ ആയി. ഇതെല്ലാം ശ്രദ്ധയിൽ പെട്ടപ്പോഴാണ് ശരിക്കും മുകളിലുള്ളവർക്ക് മനസ്സിലായത് ശരിക്കും എന്താണ് ജപ്പാനിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തതുപോലെ ഓവർ ലെവറേജ്ഡ് ആയി, അതായത് കുറേ അധികം കടങ്ങൾ എടുത്താണ് ആൾക്കാർ ഈ അസറ്റ്സ് എല്ലാം വാങ്ങിക്കൂട്ടിയത് എന്നും അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും വില കയറിയത് എന്നും സാധനങ്ങളുടെ എല്ലാം തന്നെ വില ഓരോ തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തി എന്നുമുള്ള റിയാലിറ്റി ജാപ്പനീസ് ഗവൺമെന്റിന് ഫൈനലി മനസ്സിലായി. അത് മനസ്സിലായപ്പോൾ തന്നെ അവർ പയ്യെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനും തുടങ്ങി. അങ്ങനെ 1989 തന്നെ 2.5% ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നിയർലി 4% ഉയർത്തി. ഒട്ടും തന്നെ വൈകാതെ 1990 തന്നെ അത് 6% ഉയർത്തി. അങ്ങനെ ചെയ്തപ്പോൾ ജപ്പാനിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതായത് ആ ഊതി വീർപ്പിച്ച് വെച്ച ആ ഒരു ബലൂൺ അല്ലെങ്കിൽ ആ ബബിൾ അത് അങ്ങോട്ട് പൊട്ടി. അതായത് ഒന്ന് വളരെ ബേസിക് ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. അവിടെയുള്ളവർ എല്ലാവരും തന്നെ, അതായത് സാധാരണക്കാരും കമ്പനികളും എല്ലാം തന്നെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളൂ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് കുറെ ലോണുകൾ എടുത്ത് കുറെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. എല്ലാവർക്കും ആ ലോണ് തിരിച്ചടക്കേണ്ടതുണ്ട്. പെട്ടെന്ന് വന്ന് ഗവൺമെന്റ് 1-2 വർഷങ്ങൾക്കുള്ളിൽ പറയുകയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്, ഇനി നിങ്ങൾ അടക്കേണ്ട EMI എമൗണ്ടും കൂടുമെന്ന്. എന്തായിരിക്കും സംഭവിക്കുക? ആൾക്കാർക്ക് ലോൺ തിരിച്ചടക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ലോണുകൾ ഡിഫോൾട്ട് ആകപ്പെടും. അവർ സ്ഥലവും സ്റ്റോക്സും അസറ്റ്സും എല്ലാം കിട്ടുന്ന വിലക്ക് വിൽക്കാൻ തുടങ്ങും. ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ എക്കണോമിയിലും പൈസ ഉണ്ടാകില്ല. ആൾക്കാർ പൈസ ചിലവാക്കുന്നില്ല എങ്കിൽ കമ്പനികൾക്ക് പൈസ കിട്ടില്ല. കമ്പനികൾക്ക് പൈസ ഇല്ല എങ്കിൽ അവർക്ക് സാലറി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ എക്കോണമിയിൽ ഒന്നും തന്നെ നടക്കുന്നില്ല എങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലും പൈസ ഉണ്ടാകില്ല. ഇത് തന്നെയാണ് ജപ്പാനിൽ സംഭവിച്ചത്. ലാൻഡിന്റെയും സ്റ്റോക്കിന്റെയും മറ്റ് അസറ്റുകളുടെയും എല്ലാം പ്രൈസ് കൊളാപ്സ് ആയി, തകർന്നടിഞ്ഞു പോയി. സാധാരണക്കാരും കമ്പനികളും പാനിക്കായി. ബാങ്കുകൾ പോലും കൊളാപ്സ് ചെയ്യാൻ തുടങ്ങി, കമ്പനികൾ പൂട്ടാൻ തുടങ്ങി, ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടാൻ തുടങ്ങി. ആർക്കും തന്നെ ലോൺ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അവിടെ എത്തി. 1990 ആയപ്പോൾ തന്നെ ജപ്പാന്റെ സ്റ്റോക്ക് മാർക്കറ്റ് നിയർലി 30% വീണു. അങ്ങനെ 1990 ജപ്പാന്റെ ലോസ്റ്റ് ഡെക്കേഡ്സ് തുടങ്ങി. അതാണ് ഫേസ് 5. എല്ലാവർക്കും ഹോപ്പ് മുഴുവനായി നഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു 1990. അപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സത്യസന്ധമായ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നും. എല്ലാവർക്കും ഹോപ്പ് മുഴുവനായി നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് ജപ്പാൻ എത്തി. 2 ലക്ഷത്തിൽ പരം കമ്പനികൾ ഒഫീഷ്യലി ബാങ്ക്രപ്സി പ്രഖ്യാപിച്ചു. 50 ലക്ഷത്തിൽ പരം ആൾക്കാർ അൺഎംപ്ലോയിഡ് ആയി. ജപ്പാനിലൊക്കെ ഒരാൾ ഒരു കമ്പനിയിൽ ചേർന്നാൽ ഒരു ഫാമിലി എന്ന പോലെ പിന്നെ ജീവിതകാലം മുഴുവൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചറാണ്
സമയത്താണ് അങ്ങനെ ഉണ്ടായിരുന്ന ആ ജപ്പാനില് കമ്പനിയുടെ മുതലാളിമാർ പബ്ലിക്കലി എംപ്ലോയീസിന്റെ മുന്നിൽ വന്ന് മീഡിയയുടെ മുന്നിൽ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതൊക്കെ നോർമൽ ആകാൻ തുടങ്ങി. 20 വയസ്സിനും 44 വയസ്സിനും ഇടയിലുള്ള ആണുങ്ങളുടെ മരണത്തിന്റെ പ്രധാന കാരണമായി സൂയിസൈഡ് മാറി. അങ്ങനെ ഒരിക്കലും തീരില്ല എന്ന് വിചാരിച്ച ആ പാർട്ടിക്ക് ഒട്ടും തന്നെ രസമല്ലാത്ത ഒരു എൻഡിങ് വന്നു. അതിനുശേഷം സംഭവിച്ചതിനെ ലോസ്റ്റ് ഡീക്കേഡ്സ് എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. 1990 മുതൽ 2010 വരെ 20 വർഷം ജപ്പാന് അന്നുണ്ടായ ആ ആഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചതേയില്ല. 1990 മുതൽ 2008 വരെ 18 വർഷം സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് മാത്രം പോയിക്കൊണ്ടിരുന്നു. 80% സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോയത്. ഈ ഒരു കാലയളവില് ആനുവൽ ആവറേജ് GDP ഗ്രോത്ത് ഉണ്ടായത് വെറും 1% മാത്രമാണ്. ഒന്നും തന്നെ ശരിയാകാത്ത, സ്വപ്നങ്ങൾ കാണാൻ സാധിക്കാത്ത, ഹോപ്പ് മുഴുവൻ നഷ്ടപ്പെട്ട ലോസ്റ്റ് ഡീക്കേഡ്സിലൂടെ ജപ്പാൻ കടന്നുപോയി. ശരിക്കും അന്ന് അവിടെ ജീവിച്ച സാധാരണ മനുഷ്യരുടെ ഷൂസിൽ നിന്ന് നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 1950 മുതൽ 1990 വരെ കുറെ നാൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിച്ച് ഒരു 1990-ലോ 2000-ലോ റിട്ടയർ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വ്യക്തിയെ പറ്റി വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അയാളുടെ മുഴുവൻ ജീവിതത്തിനും അയാളുടെ മുഴുവൻ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്കും ഒരർത്ഥവുമില്ലാത്ത അവസ്ഥയിലേക്ക് അയാൾ പോയില്ലേ? അയാളുടെ കുടുംബം മുഴുവൻ ബുദ്ധിമുട്ടിലായില്ലേ? അങ്ങനെയുള്ള ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അങ്ങനെയുള്ള ഒരാൾ കുട്ടികളോട് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? രാജ്യത്തിലും എക്കണോമിയിലും സ്റ്റോക്ക് മാർക്കറ്റിലും ജീവിതത്തിൽ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ട തലമുറകൾ അങ്ങനെ ജപ്പാനിൽ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് സംഭവം എല്ലാം എക്കണോമിയുടെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിലും അതിന് ജപ്പാനിലുണ്ടായ മനുഷ്യന്മാരുടെ മനസ്സിലും അവരുടെ കൾച്ചറിലും ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെയധികം വലുതാണ്. അതിന്റെ ഒരു എഫക്ട് ഇന്നും നമുക്ക് ജപ്പാനിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. അവിടെയാണ് നമുക്കൊരു ചെറിയ ഫേസ് 6 എന്ന പോലെ ഇന്ന് ജപ്പാനിൽ എന്ത് സംഭവിക്കുന്നു എന്നും കഴിഞ്ഞ 2010 മുതൽ കഴിഞ്ഞ ഒരു 15 വർഷം അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ പറ്റിയും സംസാരിക്കേണ്ടത്. എക്കണോമിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതുപോലെ ജപ്പാനിലെ മനുഷ്യന്മാരുടെ പുറത്തുണ്ടായ കൾച്ചറൽ ഇമ്പാക്റ്റിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കുറവ് ബർത്ത് റേറ്റ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. ഏറ്റവും കൂടുതൽ പ്രായമുള്ള രാജ്യം എന്ന് പറയാൻ പറ്റുന്നത് ജപ്പാൻ തന്നെയാണ്. ജപ്പാന്റെ മീഡിയൻ ഏജ് നിയർലി 50 വയസ്സാണ്. ഒരു പെർസ്പെക്റ്റീവിന് വേണ്ടി പറയാനാണെങ്കിൽ ഇന്ത്യയുടേത് വെറും നിയർലി 28 വയസ്സ് മാത്രമാണ്. അതായത് പോപ്പുലേഷൻ കുറഞ്ഞു വരികയാണ് ജപ്പാനില്, ഉള്ളവരുടെ എല്ലാം പ്രായം കൂടിയും വരികയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ജനത. ഇനി എക്കണോമിക് കാര്യങ്ങൾ പറയാനാണെങ്കിൽ തന്നെ കഴിഞ്ഞ 15 വർഷങ്ങളിൽ കാര്യങ്ങൾ കുറച്ചൊന്ന് ബെറ്റർ ആയി എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഒരിക്കലും നല്ലൊരു അവസ്ഥയിലേക്ക്, അതിശക്തമായ പണ്ടുണ്ടായിരുന്ന പോലെ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. GDP കഴിഞ്ഞ ഒരു 15 വർഷവും ആവറേജ് ആനുവൽ ഗ്രോത്ത് നിയർലി 2% അതിന്റെ താഴെയൊക്കെ മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടമുള്ള ഗവൺമെന്റ് ആയിട്ട് ഇപ്പോഴും ജപ്പാൻ കണ്ടിന്യൂ ചെയ്യുന്നു. GDP-യുടെ 250% ജപ്പാൻ ഗവൺമെന്റിന്റെ കടം. കേരളത്തിന്റെ ഈ നമ്പർ നിയർലി 35% ജസ്റ്റ് മുകളിലാണ്. അതുപോലും വളരെ മോശമാണ് എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് വിമർശിക്കുന്ന സമയത്താണ് ജപ്പാന്റെ 250% എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ജപ്പാൻ ഗവൺമെന്റ് കുറെ ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങൾ നന്നാക്കാൻ. 2010 ശേഷം ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെയും കാര്യമായി കുറച്ചു, നെഗറ്റീവിലേക്കും കൊണ്ടുപോയ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് എന്നൊരു സംഭവം നടത്തിയിട്ട് കൂടുതൽ പ്രിന്റ് ചെയ്തു. ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടി, സ്ട്രക്ചറൽ റീഫോംസ് നടത്തി. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നടത്തി എക്കണോമി ബെറ്റർ ആക്കാനായിട്ട്. അതായത് ജപ്പാൻ കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പഴയ ഒരു പ്രതാപത്തിന്റെ 7 അയലത്തേക്ക് പോലും അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് നമ്പർ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതായത് 1989 അതായിരുന്നല്ലോ അവരുടെ പീക്ക്. ആ ഒരു പീക്കില് ലോകത്തിലെ ടോപ്പ് 50 കമ്പനികൾ എടുക്കുകയാണെങ്കിൽ അതിൽ 32 കമ്പനികൾ ജാപ്പനീസ് ആയിരുന്നു. എന്നാൽ ഇന്ന് അതേ 50 ടോപ്പ് കമ്പനീസ് ലോകത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു കമ്പനി മാത്രമേ ജപ്പാനിൽ നിന്നുള്ളൂ. ഗസ് ചെയ്യാൻ പറ്റുമോ? അത് ടൊയോട്ടയാണ്. അതായത് മറ്റ് രാജ്യങ്ങളും ആ രാജ്യങ്ങളിലെ കമ്പനികളും ആ രാജ്യങ്ങളുടെ GDP-യും എല്ലാം തന്നെ ജപ്പാനെ ഓവർടേക്ക് ചെയ്തു പോയി. ജപ്പാന് തിരിച്ചു കയറി വരാൻ സാധിക്കുന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കുറച്ച് ഭേദപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ 15 വർഷമായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലെ ജപ്പാന്റെ സ്റ്റോക്ക് മാർക്കറ്റ് പയ്യെ കയറി വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി 2025 ഈ അടുത്ത് 1989 ഉണ്ടാക്കിയ ആ ഒരു പീക്കിനെ ബ്രേക്ക് ചെയ്ത് ഇന്ന് ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റ് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കൾച്ചറൽ സംഭവം സംസാരിച്ചതുപോലെ ഇപ്പോൾ ഉണ്ടായി വരുന്ന തലമുറയുടെ പുറത്ത് ഉണ്ടാകുന്ന കൾച്ചറൽ ഇമ്പാക്ട് കുറച്ച് ബെറ്റർ ആയിരിക്കും. അതായത് കഴിഞ്ഞ 15 വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത്. എക്കണോമി കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം ജപ്പാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ പഴയ പ്രതാപത്തിലേക്ക് അല്ലെങ്കിലും വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള അതിശക്തമായ ശ്രമത്തിലാണ് ജപ്പാൻ ഇപ്പോൾ ഉള്ളത്.
യെസ്, അപ്പൊ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ പണമിടുന്ന എല്ലാവരും, എക്കണോമിക്സിൽ താല്പര്യമുള്ള എല്ലാവരും കേട്ടിരിക്കേണ്ട വളരെ ഫേമസ് ആയിട്ടുള്ള ജപ്പാന്റെ കഥ. ആ കഥ മനസ്സിലായ സ്ഥിതിക്ക് അതിലേക്ക് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് ആക്ച്വൽ റീസൺസ് കാരണമാണ് ജപ്പാനിൽ ഇത് സംഭവിച്ചു എന്നുള്ളത് പെട്ടെന്നൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒന്ന്, സ്ട്രക്ചറൽ ഡിപ്പെൻഡൻസ് ഓൺ ദ US. അതായത് കഥയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 1949 അമേരിക്ക വന്ന് യെന്നിന്റെ വില കുറച്ചതും ജപ്പാൻ ഉപയോഗിച്ച് ക്യാപിറ്റലിസം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചതും 1985 പ്ലാസ അക്കോർഡിൽ യെന്നിന്റെ മൂല്യം ഒറ്റ രാത്രി കൊണ്ട് ഇരട്ടിപ്പിച്ചതുമെല്ലാം തീർച്ചയായിട്ടും ഒരു റീസൺ ആയിരുന്നു ജപ്പാനിൽ എന്താണോ സംഭവിച്ചത് അതെല്ലാം നടക്കാനായിട്ട്. രണ്ട്, ബാഡ് ഗവർണൻസ്, അതായത് മോശം ഭരണം. അതായത് അമേരിക്കയുടെ പുറത്തൊരു സ്ട്രക്ചറൽ ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ശരിക്കും ജപ്പാനിലെ ജനതക്കോ ജപ്പാന്റെ ഗവൺമെന്റിനോ കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അത് സംഭവിച്ചു പോയൊരു വിഷയമാണ്. പക്ഷേ അവിടെ നിന്ന് വന്ന എക്സ്റ്റേണൽ ട്രിഗേഴ്സിനെ എങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ളത് ജപ്പാന്റെ സർക്കാരിന്റെ പുറത്തായിരുന്നു. അവിടെയാണ് ഗവർണൻസിന്റെ ഇമ്പോർട്ടൻസ്, ഭരണത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. 1986 പ്രാസ അക്കോർഡിന് ശേഷം ഇൻട്രസ്റ്റ് റേറ്റ് റെക്ലെസ്ലി കുറക്കാൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഒരു വളരെ മോശം ഡിസിഷൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ 1986 മുതൽ 1989 വരെ ആൾക്കാർ തോന്നിവാസം നാട്ടിൽ കാണിച്ചു കൂട്ടാൻ തുടങ്ങിയപ്പോൾ കറക്റ്റ് സമയത്ത് അത് മനസ്സിലാക്കി അതിനൊരു തടയിടാതിരുന്നതും ഒരു തോൽവി തന്നെയായിരുന്നു. അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ വേണ്ട പോലെ മനസ്സിലായി ശരിയായ പോളിസീസ് കൊണ്ടുവരാതിരുന്നതും ഒരു റീസൺ ആണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ബാഡ് ഗവർണൻസ് ശക്തമായ ഒരു റീസൺ ആയിരുന്നു ജപ്പാനിൽ ഇതെല്ലാം സംഭവിക്കാനായിട്ട്. ഇനി മൂന്നാമത്തെ റീസൺ പറയാനാണെങ്കിൽ അത് സ്പെക്യുലേറ്റീവ് മാനിയ എന്ന് നമുക്ക് വിളിക്കാം. അതായത് അവിടുത്തെ ആൾക്കാരുടെ തോന്നിവാസം എന്ന് പറയാം. ജപ്പാനിലെ ആൾക്കാരും അവിടുത്തെ കമ്പനികളും എല്ലാവരും തന്നെ ഒരു സെൻസും ഇല്ലാതെ, ഒന്നും തന്നെ നോക്കാതെ, ഒരു വാല്യുവേഷൻ നോക്കാതെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പോയി ലോൺ എടുത്ത് അസറ്റ്സ് വാങ്ങിച്ച് കൂട്ടി എന്നുള്ളത് തോന്നിവാസം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അതുകൂടി മനസ്സിലായല്ലോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ജപ്പാനിൽ സംഭവിച്ച ഈ ഒരു ഫേമസ് സംഭവം അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയത്തിലേക്ക് വരാം. ഇത് ഇന്ത്യയിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന ചർച്ച നമുക്ക് നടത്താം. അധികം നീട്ടിപ്പിക്കാതെ തന്നെ ഉത്തരം നേരെ അങ്ങ് പറയാലോ. ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്, വളരെയധികം കുറവാണ്. ആരും പെട്ടെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കുറവാണ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. 100% ഇത് ഒരിക്കലും സംഭവിക്കില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസിലും ലോകത്തെ ഏറെക്കുറെ ഏതൊരു കാര്യത്തിലും നമുക്ക് 100% സെർട്ടനിറ്റിയിൽ ഒരു കാര്യം പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് 100% സംഭവിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്ന് ഞാൻ പറയും. അതിന് പലവിധ കാരണങ്ങളുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഇന്ത്യ ഇന്ന് ലോകത്തിൽ മറ്റ് രാജ്യങ്ങൾ ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന, നല്ല ബന്ധങ്ങളുള്ള ഒരു സ്ട്രോങ് ഇൻഡിപെൻഡന്റ് ഡെമോക്രസിയാണ്. നമ്മുടെ കഥയിൽ ജപ്പാന് അമേരിക്കയുടെ പുറത്തുണ്ടായ പോലൊരു സ്ട്രക്ചറൽ ഡിപ്പെൻഡൻസി പോലെയുള്ള യാതൊരുവിധ എക്സ്റ്റേണൽ പ്രഷറോ ഇന്ന് ഇന്ത്യയുടെ പുറത്തില്ല. അത് തീർച്ചയായിട്ടും ഒരു സമാധാനമാണ്. രണ്ട്, വളരെ മാന്യമായ വാല്യുവേഷൻ ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനും ഓവറോൾ ഏതൊരു പോപ്പുലർ അസറ്റ് ക്ലാസ് ഇന്ത്യയിൽ നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. അതായത് 1990 നിക്കയുടെ PE റേഷ്യോ, അതായത് പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ 60 മുകളിൽ പോയിരുന്നു. എന്നാൽ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിഫ്റ്റിയുടെ ഹിസ്റ്റോറിക്കൽ PE റേഷ്യോ ആണ്. എപ്പോഴും വളരെ മാന്യമായ റേഞ്ചസിൽ മാത്രമേ നിഫ്റ്റിയുടെ വാല്യുവേഷൻ ഉണ്ടായിട്ടുള്ളൂ. ഇന്നും ഉള്ളത് 20-25 റേഞ്ചുകളിൽ തന്നെയാണ്. ഒരിക്കലും ക്രേസി ആയിട്ടുള്ള, ഭ്രാന്തമായിട്ടുള്ള വാല്യുവേഷനിലേക്ക് ഇന്ത്യ ഒരിക്കലും പോയിട്ടില്ല. മൂന്ന്, ഡെറ്റ് ലെവൽസ്, അതായത് കടം. അതായത് ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആണെങ്കിലും ഇന്ത്യയിലെ കോർപ്പറേറ്റ്സിന്റെ, കമ്പനികളുടെ ആണെങ്കിലും ഡെറ്റ്, കടം കൺട്രോളിൽ തന്നെയുള്ളൂ. ഇന്ത്യയുടെ ഡെറ്റ് GDP റേഷ്യോ നിയർലി 80%. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ക്രീനിൽ കാണുന്ന ചാർട്ട് ശ്രദ്ധിച്ചാൽ മതി. ടോപ്പ് 10 ഇന്ത്യ ഇല്ല. അതുപോലെ തന്നെ ഏറെക്കുറെ എല്ലാ വലിയ കോർപ്പറേറ്റ്സും ഇന്ത്യയിലെ ഡെറ്റ് കുറയ്ക്കാനുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയിരുന്നു. അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 4, ഡെമോഗ്രഫിക്സ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് ഇന്ത്യയുടെ യങ് പോപ്പുലേഷൻ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ 28-29 വയസ്സ് മാത്രമേ ഇന്ത്യയുടെ മീഡിയൻ ഏജ് ഉള്ളൂ. ഇത്ര ശക്തമായ ഒരു വർക്കിംഗ് പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളത് ഇന്ത്യയുടെ വലിയൊരു ശക്തി തന്നെയാണ്. ഇവരെ ശരിയായ ദിശയിലേക്ക്, ശരിയായ സ്കില്ലുകളോടുകൂടി വിട്ടാല് ശരിക്കും ഇന്ത്യ എന്തുകൊണ്ടൊരു സൂപ്പർ പവർ ആകില്ല എന്നുള്ളതായിരിക്കും, ആ ഒരു ചോദ്യമായിരിക്കും ശരിക്കും കൂടുതൽ പ്രസക്തം. 5, സ്ട്രക്ചറൽ ഗ്രോത്ത്. അതായത് 1990 ആയപ്പോഴേക്കും ജപ്പാൻ ഒരു വലിയ പരിധി വരെ ഒരു മെച്യൂർ എക്കോണമി ആയിരുന്നു. അതായത് ഒരു ഡെവലപ്ഡ് കൺട്രി ആയിരുന്നു. എന്നാൽ ഇന്ത്യ ഇന്നും ഡെവലപ്പിംഗ് തന്നെയാണ്. ഇനിയും കുറേയധികം ഡെവലപ്പ് ചെയ്യാനും ഗ്രോ ചെയ്യാനുമുള്ള വലിയ ഓപ്പർച്യൂണിറ്റീസും റൂം ഫോർ ഗ്രോത്തും ഇന്ത്യക്കുണ്ട്. ഇതും ഒരു ശക്തമായ കാരണമാണ്. 6,
എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു റീസൺ ആണ് സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ റെഗുലേഷൻ. അതായത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായ RBI വളരെയധികം കൺസർവേറ്റീവ് ആണ്. എന്നാൽ നമ്മൾ കണ്ടതുപോലെ കഥയിൽ ജപ്പാന്റെ സെൻട്രൽ ബാങ്ക് വളരെ റെക്ലെസ് ആയിരുന്നു. എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മുടെ RBI പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ILNFSന്റെ പ്രശ്നം ഉണ്ടായപ്പോഴും യെസ് ബാങ്കിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ എക്കണോമിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ആ പ്രശ്നങ്ങളെ മനോഹരമായിട്ടാണ് നമ്മുടെ RBI ഹാൻഡിൽ ചെയ്തത്. അത് തികച്ചും പ്രശംസനീയം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ ആണ്. നമ്മുടെ രാജ്യത്തിന്റെ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മാന്യമാണ്, അത്യാവശ്യം അണ്ടർ കൺട്രോൾ ആണ്. നമ്മുടെ GDP ശക്തമായി വളരുന്നുമുണ്ട്. അപ്പൊ ഇത്രയും റീസൺസ് എല്ലാം വെച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ശക്തമായി തോന്നും ജപ്പാനിലൊക്കെ ഉണ്ടായ പോലെ 35 വർഷത്തേക്ക് ഒരു റിട്ടേൺസ് പോലും തരാത്ത അവസ്ഥയിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പോകൽ, യാതൊരുവിധ ഗ്രോത്തും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ എക്കോണമി പോകല്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്താനുള്ള സാധ്യത വളരെ അധികം കുറവാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ പറയണം. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും നമ്മൾ ആസ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഡ്യൂട്ടി എപ്പോഴും ഇങ്ങനെയുള്ള സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതെ നോക്കലാണ്. ഇനി അങ്ങനെ സംഭവിച്ചാലും നമ്മളെ സ്വയം പ്രൊട്ടക്ട് ചെയ്യലാണ്. ഈ അടുത്ത് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായ VD സതീശനുമായി ചെയ്ത പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, I feel nothing. എന്റെ ചുറ്റും എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ ഒന്നും ചിന്തിക്കാതെ സ്വയത്തിലേക്ക് ഒതുങ്ങിക്കൂടി അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടായി വരുന്നു എന്നൊരു പേടിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് I feel nothing എന്ന് ചിന്തിക്കുന്ന ഒരു ജനറേഷൻ, അതൊരിക്കലും പാടില്ല. നമ്മളും ചിന്തിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കഥ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കുമെന്നും സംഭവിച്ചാൽ നമുക്ക് നമ്മളെ എങ്ങനെ രക്ഷിക്കാമെന്നും നമ്മളും ചിന്തിക്കണം. അതിന്റെ പ്ലാനിങ് നമ്മൾ നടത്തണം. ഒന്ന്, നമ്മൾ ബെറ്റർ സിറ്റിസൺസ് ആകണം, നല്ല പൗരന്മാരാകണം. അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിനകത്ത് തന്നെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് അനാവശ്യമായി കുറെ ലോണുകൾ എടുത്ത് കൂട്ടാതിരിക്കുക. അതായത് നമ്മൾ പോലും നമുക്ക് പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ ലോൺ എടുത്ത് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് കൊണ്ടുപോകുന്നത് പോലും ശരിക്കും ശരിയായ കാര്യമല്ല. എന്തെങ്കിലും എക്കോണമിയിൽ ഒരു വലിയ പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ നമ്മളും ആ ലോൺ തിരിച്ചടക്കാതിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ ബുദ്ധിപരമായി മാത്രം ഡെറ്റ് അല്ലെങ്കിൽ ലെവറേജ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എക്കണോമിയിലേക്ക് പോസിറ്റീവ്ലി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാവുക. നമ്മളെല്ലാവരും അങ്ങനെ ഒരു വ്യക്തിയാകാൻ ശ്രമിക്കുക. നമ്മൾ അപ്സ്കില്ല് ചെയ്ത് നല്ലൊരു ജോലി ചെയ്ത് കൂടുതൽ ശമ്പളം വാങ്ങി അതിലൂടെ നല്ല രീതിയിൽ ചിലവുകൾ നടത്തി ജീവിക്കുന്നു എന്നുള്ളതും എക്കണോമിക്കും നമ്മുടെ നാടിനും ഒരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നല്ല സർക്കാരിനെ ശരിയായ രീതിയിൽ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. RBI എന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കുക. അത് ശരിയുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. ഇന്നത്തെ ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ഡെമോക്രസി നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ഗവൺമെന്റിനെ ചൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനും തരുന്ന ആ ഒരു ശക്തി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ഇതെല്ലാം നിങ്ങൾ നല്ലൊരു പൗരനാകണം എന്നുള്ള പോയിന്റാണ്. ഇതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ ആക്ഷൻസ് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഒരു വിഷയം ഉണ്ടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. സൂപ്പർ അല്ലേ? അപ്പൊ ഇനി മുന്നിലേക്ക് പറയാനുള്ള പോയിന്റ് കുറച്ച് ടെക്നിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് സ്പെസിഫിക്കുമാണ്. അതായത് ഇങ്ങനൊരു സംഭവം സംഭവിക്കാതിരിക്കാൻ നമ്മൾ നല്ലൊരു പൗരനാവുന്നതിലൂടെ നമുക്ക് സംഭവിക്കും. ഇനി എങ്ങാനും സംഭവിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ആസ് ഇന്റലിജന്റ് സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് നമുക്ക് നമ്മളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് കൂടി ആശാൻ പഠിപ്പിച്ച് തരണമല്ലോ. അപ്പൊ അതിന്റെ പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അസറ്റ് ക്ലാസ് ഡൈവേഴ്സിഫിക്കേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക. അതായത് ഇക്വിറ്റിയിലേക്ക് മാത്രം എക്സ്പോഷർ കൊടുക്കാതെ ഗോൾഡിലേക്കും സിൽവറിലേക്കും അതുപോലെ മറ്റ് അസറ്റ് ക്ലാസസിലേക്ക് കൂടി ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് എങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിന് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോക്ക് കാര്യമായി പ്രശ്നമുണ്ടാകില്ല. ഗോൾഡ് സിൽവർ എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് പല അസറ്റ് ക്ലാസസുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. രണ്ട്, ഇന്റർനാഷണൽ ഇക്വിറ്റിയിലേക്കുള്ള എക്സ്പോഷർ പോർട്ട്ഫോളിയോക്ക് കൊടുക്കുക. നമ്മൾ ഇന്ത്യയിലുള്ള കൂടുതൽ പേരും മോസ്റ്റ്ലി ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ്സിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്റെ പോർട്ട്ഫോളിയോയിൽ പോലും മറ്റ് മാർക്കറ്റിലേക്കുള്ള എക്സ്പോഷർ വളരെയധികം കുറവാണ്. അപ്പോൾ അത് കൂട്ടിവെക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ സഹായിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. മൂന്ന്, നിങ്ങൾ പല അസറ്റ് ക്ലാസസിലേക്കായിട്ട് പല ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ ഗോൾസിനോട് അടുക്കും തോറും, അതായത് അത് റിട്ടയർമെന്റ് ആകാം മറ്റ് ഗോൾസ് ആകാം, നിങ്ങൾ ഗോൾസിനോട് അടുക്കും തോറും പോർട്ട്ഫോളിയോയിലേക്ക് ഡെറ്റിന്റെ വാല്യൂ കൂട്ടിക്കൊണ്ടിരിക്കുക. ജപ്പാനിലെ ഒരു വ്യക്തിയെ പറ്റി ആലോചിച്ച് നോക്കിയേ. 1950 മുതൽ 1990 വരെ അയാൾ SIP ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്ത് വലിയ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തു. 1995 അയാൾക്ക് റിട്ടയർമെന്റ് ചെയ്യേണ്ടതെങ്കിലും അയാൾ ഇക്വിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ പൈസ 1990 മുതൽ 95 ക്രാഷിൽ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയേനെ.
അയാളുടെ ഗോൾ മീറ്റ് ചെയ്യാൻ പറ്റാതെ പോയേനെ, റിട്ടയർ ചെയ്യാൻ പറ്റാതെ പോയേനെ. അപ്പോൾ എപ്പോഴും നമ്മുടെ ഗോളുകളോട് അടുക്കും തോറും ഇക്വിറ്റിയിൽ നിന്നുള്ള അലോക്കേഷൻ കുറച്ച് ഡെറ്റിലേക്ക് അലോക്കേഷൻ കൂട്ടുക. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ജപ്പാനിൽ ഉണ്ടായ പോലൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ഇനി അങ്ങനെ സംഭവിച്ചാൽ പോലും നമ്മൾ വലിയ പ്രശ്നമില്ലാതെ നമ്മുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. അപ്പോൾ എന്തായാലും ഇതെല്ലാം മനസ്സിലായതിലൂടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അന്ധമായി സ്റ്റോക്ക് മാർക്കറ്റിൽ വിശ്വസിച്ച് എന്തായാലും ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മുടെ ഹാർഡ് ഏൺഡ് മണി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഇത്രയും ഫേമസ് ആയ ഈ ഒരു കഥ നമ്മൾ അറിയാതെ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. എന്ത് തന്നെ ചോദിക്കാനും പറയാനും ചർച്ച ചെയ്യാനും ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ വന്ന് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.